എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2016 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയാണ്. ഒന്നാമത്തെ ചോദ്യം: 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലനം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട്. തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ്? 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലനം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട്. തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ്? പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസാബിലിറ്റി ഏതാണ്? എ. ഡിസ്ലെക്സിയ, ബി. ഡിസ്കാൽക്കുലിയ, സി. ഡിസ്ഗ്രാഫിയ, ഡി. ഡിസ്പ്രാക്സിയ. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയാണ് ശരിയായ ഉത്തരം. ചോദ്യം 2: ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? പ്രബലനം എന്നാൽ ഇംഗ്ലീഷിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നു. ഉത്തരം ന്യൂനപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. അധിക പ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സി. ശൂന്യ പ്രബലനം, സീറോ റീഇൻഫോഴ്സ്മെന്റ്. ഡി. ഇതൊന്നുമല്ല, നൺ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂനപ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ചോദ്യം 3: ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? എ. അഭ്യാസ നിയമം, ലോ ഓഫ് എക്സർസൈസ്. ബി. ബഹുവിധ പ്രതികരണ നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. സി. മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ഡി. ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. 4ാമത്തെ ചോദ്യം: ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഏറ്റവും ശരിയായ പ്രസ്താവനയാണ് പറയേണ്ടത്. 1. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ബി. വളർച്ച വികസനത്തിനു കാരണമായെന്നും അല്ലെന്നും വരാം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. 3. വളർച്ച ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. ഗ്രോത്ത് ഈസ് ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ആൻ ഓർഗാനിസം. 4. വളർച്ച ഗുണാത്മകമാണ്. ഗ്രോത്ത് ഈസ് എ ഫങ്ഷണൽ ചേഞ്ച്. എ 1 മാത്രം, അതായത് ഏറ്റവും ശരിയായത് 1 മാത്രമാണ് എന്നാണ് എ എന്ന ഓപ്ഷൻ പറയുന്നത്. ബി 2 മാത്രം. സി 1ഉം 2ഉം മാത്രം. ഡി 3ഉം 4ഉം മാത്രം. ഇതിൽ ഏറ്റവും ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രം. അതായത് വളർച്ച പരിപക്വതയെയും
പഠനത്തെയും ആശ്രയിച്ചിരിക്കും. അത് ശരിയാണ്. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. അതും ശരിയാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 5. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. സത്യസന്ധനായ കുട്ടി. ആൾപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തപ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. സത്യസന്ധനായ കുട്ടി. ആൽപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്ത പ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? An honest child. This is the opinion about Suresh, a 7th standard student, by all the students and teachers of his school. According to Allport, theory of personality disposition, it belongs to which category of the personality type? അപ്പോൾ ഈ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നതിൻ്റെ ഇംഗ്ലീഷ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡിസ്പൊസിഷൻ എന്നാണ്. ആ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ആൽപോർട്ടാണ്. അപ്പോൾ ആൽപോർട്ടിൻ്റെ ഈ സിദ്ധാന്ത പ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ് എന്നാണ് ചോദ്യം. എ. പ്രഭവ സവിശേഷതകൾ, സോഴ്സ് ട്രൈറ്റ്സ്. ബി. രണ്ടാം നിര സവിശേഷതകൾ, സെക്കൻഡറി ട്രൈറ്റ്സ്. സി. കേന്ദ്രീയ സവിശേഷതകൾ, സെൻട്രൽ ട്രൈറ്റ്സ്. ഡി. പ്രമുഖ സവിശേഷതകൾ, കാർഡിനൽ ട്രൈറ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രമുഖ സവിശേഷതകൾ, ഇംഗ്ലീഷിൽ കാർഡിനൽ ട്രൈറ്റ്സ്. ചോദ്യം 6. സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? എ. വിശിഷ്ട ഘടകം മൂലം മാത്രം, സ്പെസിഫിക് ഫാക്ടർ ഓൺലി. ബി. സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്ന്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ. സി. സാമാന്യ ഘടകം മാത്രം, ജനറൽ ഫാക്ടർ ഓൺലി. ഡി. ഇവയൊന്നുമല്ല, നൺ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്ന്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തത്തെ ദ്വിഘടക സിദ്ധാന്തം എന്നാണല്ലോ വിളിക്കുന്നത്, 2 ഫാക്ടർ തിയറി. ചോദ്യം 7. താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നത്? The 5 broken lines in the figure appears to be a house. Which among the following Gestalt law explains this phenomenon? A. സാമ്യതാ നിയമം, law of similarity. B. സാമീപ്യ നിയമം, law of proximity. C. സമ്പൂരണ നിയമം, law of closure. D. തുടർച്ചാ നിയമം, law of continuity. ആൻസർ ഓപ്ഷൻ സി ആണ്, സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. ചോദ്യം 8. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതി ഏതാണ്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതി ഏതാണ്? എ.
തുടർച്ചയായ പ്രബലന രീതി, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. ബി, നിശ്ചിത ഇടവേള പ്രബലന രീതി, ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. സി, നിശ്ചിത അനുപാത പ്രബലന രീതി, ഫിക്സഡ് റാഷ്യോ റീഇൻഫോഴ്സ്മെന്റ്. ഡി, ചഞ്ചലമായ പ്രബലന രീതി, വേരിയബിൾ റീഇൻഫോഴ്സ്മെന്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, തുടർച്ചയായ പ്രബലന രീതി, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. ചോദ്യം 9. 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിളുകൾ കിട്ടും. അങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിളുകൾ മാറ്റിയാൽ ബാക്കി എത്രയുണ്ടാവും എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥക്ക് കാരണം എന്താണ്? 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിളുകൾ കിട്ടും. അങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിളുകൾ മാറ്റിയാൽ ബാക്കി എത്രയുണ്ടാവും എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥക്ക് കാരണം എന്താണ്? എ, പ്രത്യാവർത്തന ശേഷി ഇല്ലാത്തതിനാൽ, ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി. ബി, പ്രത്യാവർത്തന ശേഷി ഉള്ളതിനാൽ, പ്രസൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി. സി, വസ്തുസ്ഥിരത ഇല്ലാത്തതിനാൽ, ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഡി, ക്രമീകരണ ശേഷി ഇല്ലാത്തതിനാൽ, ലാക്ക് ഓഫ് സീരിയേഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രത്യാവർത്തന ശേഷി ഇല്ലാത്തതിനാൽ, ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി. ചോദ്യം 10. ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? Which period in the development of a child is termed as toy age by psychologists? എ, ആദ്യ ബാല്യകാലം, ഏർലി ചൈൽഡ്ഹുഡ്. ബി, ശൈശവം, ഇൻഫാൻസി. സി, പിൽക്കാല ബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. ഡി, മധ്യബാല്യകാലം, മിഡിൽ ചൈൽഡ്ഹുഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആദ്യ ബാല്യകാലം, ഏർലി ചൈൽഡ്ഹുഡ്. 11. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? പ്രതിരോധ തന്ത്രം എന്നതിന്റെ ഇംഗ്ലീഷാണ് ഡിഫൻസ് മെക്കാനിസം. എ, താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ. ബി, പ്രക്ഷേപണം, പ്രൊജക്ഷൻ. സി, യുക്തീകരണം, റാഷണലൈസേഷൻ. ഡി, ദമനം, റെപ്രഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. 12. കുട്ടിക്കാലത്ത് അവരുടെ 2 കൈകളും ഉപയോഗിച്ച് ചെയ്ത ചില കാര്യങ്ങൾ വലുതാവുമ്പോൾ അവർ ഒരൊറ്റ കൈകൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നത് കാണാം. ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് ഏത് തത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? കുട്ടിക്കാലത്ത് അവരുടെ 2 കൈകളും ഉപയോഗിച്ച് ചെയ്ത ചില കാര്യങ്ങൾ വലുതാവുമ്പോൾ അവർ ഒരൊറ്റ കൈകൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നത് കാണാം. ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് ഏത് തത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? During early childhood, children use both hands to perform a task. Gradually, as they grow older, they can do the same task with either of the hands. Which principle of motor developments is reflecting in this process? A, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, ജനറൽ ടു സ്പെസിഫിക് ട്രെൻഡ്. ബി,
ശിരസിൽ നിന്ന് പാദത്തിലേക്ക് സെഫലോ കാൻഡൽ ട്രെൻഡ്. സി ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. ഡി കേന്ദ്രസ്ഥാനത്ത് നിന്ന് അകന്ന ഭാഗങ്ങളിലേക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ജനറൽ ടു സ്പെസിഫിക് ട്രെൻഡ്. ചോദ്യം 13. അഭിപ്രേരണ ചക്രത്തിൽ വിട്ടുപോയ ഭാഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ അഭിപ്രേരണ ചക്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വിട്ടുപോയ ഭാഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അഭിപ്രേരണ ചക്രം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ സൈക്കിൾ. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് എലമെന്റ് ഇൻ ദി മോട്ടിവേഷൻ സൈക്കിൾ. അപ്പോൾ ഇവിടെ വിട്ടുപോയ ഭാഗം എവിടെയാണ് വിട്ടുപോയിരിക്കുന്നത്? ഇവിടെ വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ അവിടെ ഏതാണ് വരേണ്ടത്? ആവശ്യം, ഉണ്ടാക്കുന്നു, അഭിപ്രേരണ, സൃഷ്ടിക്കുന്നു, ശേഷം ഇവിടെ വിട്ടുപോയിരിക്കുന്നു, നയിക്കുന്നു, പ്രയത്നം, പരിസമാപ്തിയിൽ സംതൃപ്തി. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് ഏതാണ്? എ പിരിമുറുക്കം ടെൻഷൻ, ബി വികാരങ്ങൾ ഇമോഷൻ, സി ലക്ഷ്യം എയിം, ഡി തടസ്സങ്ങൾ ഹിൻഡ്രൻസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പിരിമുറുക്കം അഥവാ ടെൻഷൻ. 14. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? എ ഈഡിപ്പസ് കോംപ്ലക്സ്, ബി ഇലക്ട്ര കോംപ്ലക്സ്, സി സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, ഡി മനോവിശ്ലേഷണം അഥവാ സൈക്കോ അനാലിസിസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈഡിപ്പസ് കോംപ്ലക്സ്. 15. ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിന്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിന്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? എ വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതമാണ്. ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ബി വികസനം വൈയക്തിക പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്. സി വികസനം ഒരു സഞ്ചിത പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ്. ഡി വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. 16. കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? Which is the correct sequence for the acquisition of language for children? എ ശ്രവണം, ഭാഷണം, വായന, ലേഖനം. താഴെയുള്ള ഓപ്ഷനുകളിലൊക്കെ അതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ആൻസർ എ എന്ന ഓപ്ഷൻ തന്നെയാണ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ചോദ്യം 17. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്?
വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ദാറ്റ് ബിലോങ്സ് ടു ഇമോഷണൽ ഇന്റലിജൻസ്? എ. അഹംബോധം, സെൽഫ് അവെയർനെസ്. ബി. വൈകാരിക താതാത്മ്യം, എംപതി. സി. സാമൂഹിക നൈപുണികൾ, സോഷ്യൽ സ്കിൽസ്. ഡി. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിൽ വൈകാരിക ബുദ്ധിയിൽ പെടാത്തത്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ആത്മസാക്ഷാത്കാരം. 18. കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള പഠന രീതി ഏതാണ്? കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള പഠന രീതി ഏതാണ്? Which among the following methods is most suitable for studying the influence of anxiety in children on their academic achievement by controlling all other variables? A. Survey രീതി, survey method. B. പരീക്ഷണ രീതി, experimental method. C. നിരീക്ഷണ രീതി, observation. D. case study. Answer ഓപ്ഷൻ ബി ആണ്, പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെന്റൽ മെത്തേഡ്. ചോദ്യം 19. സർഗപര പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സർഗപര പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? The process in the creativity proceeds in which sequential order? A. സജ്ജീകരണം, ഇൻക്യുബേഷൻ, പ്രകാശപ്രസരണം, പുനഃപരിശോധന. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ. ബാക്കിയുള്ള ഓപ്ഷനുകളിലെല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്, ക്രമം തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏതാണ് ശരി? ശരിയായത് എ എന്ന ഓപ്ഷൻ തന്നെയാണ്. സജ്ജീകരണം, ഇൻക്യുബേഷൻ, പ്രകാശപ്രസരണം, പുനഃപരിശോധന. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ. സർഗപര പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഈ രീതിയിലാണ് പുരോഗമിക്കുന്നത്. ചോദ്യം 20. ഒരാളുടെ വ്യക്തിത്വത്തിന്മേൽ പരിസ്ഥിതിക്കും പാരമ്പര്യത്തിനുമുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശരിയായ സമവാക്യം ഏതാണ്? ഒരാളുടെ വ്യക്തിത്വത്തിന്മേൽ പരിസ്ഥിതിക്കും പാരമ്പര്യത്തിനുമുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശരിയായ സമവാക്യം ഏതാണ്? Which among the following is the most suitable equation showing the relationship between heredity and environment upon the personality of an individual? A. P is equal to H into E. B. P is equal to H plus E. C. H is equal to P into E. D. E is equal to P plus H. Answer option A ആണ്. P is equal to H into E. 21. ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. 1. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറക്കുന്നു. 2. പഠനം പരീക്ഷാകാലത്ത് മാത്രമായി ഒതുങ്ങുന്നു. 3. കുട്ടികൾക്കിടയിലെ അനാവശ്യ മത്സര ബുദ്ധി കുറയുന്നു. 4. പഠനം രസകരവും ആസ്വാദ്യകരവുമായി മാറുന്നു. ഇതിൽ അനുയോജ്യമായത് ഗ്രേഡിംഗുമായിട്ട് യോജിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. എ 1, 3, 4. ബി 1, 2, 3. സി 2, 3, 4. ഡി 1, 2 മാത്രം.
ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം 4ഉം അനുയോജ്യമായ അഥവാ ശരിയായതാണ്. ഈ രണ്ടാമത്തെ പ്രസ്താവന പഠനം പരീക്ഷാകാലത്ത് മാത്രമായി ഒതുങ്ങുന്നു എന്ന് ഗ്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ 2 തെറ്റാണ്. 1ഉം 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അത് പറയുന്ന എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 2 പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം പഠന വക്രമാണ് ഉണ്ടാവുക? പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം പഠന വക്രമാണ് ഉണ്ടാവുക? ഇഫ് ദ ലേണിംഗ് മെറ്റീരിയൽ ഈസ് സിമ്പിൾ or if learner has any previous experience in learning task, which of the following learning curve will occur? 4 ലേണിംഗ് കർവ് പഠനവക്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിലേതാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, പഠനം തുടക്കത്തിൽ ഇങ്ങനെ ഉയർന്നു പോവുകയാണ്, പിന്നീട് അല്പം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വളരെ ഊർജ്ജസ്വലമായി പഠിക്കുന്നു, അയാൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. പിന്നെ പഠന വേഗത കുറയുന്നത് കൊണ്ടാണ് അതിങ്ങനെ വളഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ അയാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഒന്നുകിൽ ആ പഠിക്കുന്ന കാര്യം താരതമ്യേന ലളിതമായിരിക്കും. ചില പാഠങ്ങൾ അങ്ങനെയാണല്ലോ, തുടക്കത്തിൽ ലളിതമായിരിക്കും, ക്രമേണ ഇങ്ങനെ അതിൻ്റെ കടുപ്പം കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിലുള്ള കാര്യങ്ങൾ അയാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അയാൾക്ക് മുമ്പ് പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് വെച്ചിട്ടും തുടക്കത്തിൽ അയാൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അയാൾക്ക് അത്ര സ്പീഡിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ബി എന്ന ഓപ്ഷൻ ഉള്ളതുപോലെയാണ് ആ പഠനവക്രം ഉണ്ടാവുക. 23 സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? The educational program extended to those socially deprived children to bring them up to the mainstream is known as എ അനുപൂരക വിദ്യാഭ്യാസം കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ, ബി നിർബന്ധിത വിദ്യാഭ്യാസം കമ്പൽസറി എഡ്യൂക്കേഷൻ, സി ത്വരിത പഠന പ്രക്രിയ ആക്സലറേഷൻ, ഡി പോഷക പരിപാടികൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ആൻസർ ഓപ്ഷൻ എ ആണ് അനുപൂരക വിദ്യാഭ്യാസം കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ചോദ്യം 24. 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായി ഒരു ആനയെ കണ്ടപ്പോൾ അവൾ അതിനെ പശു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏത് തരത്തിലുള്ള അനുമാനമാണിവിടെ നടന്നത്? 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായി ഒരു ആനയെ കണ്ടപ്പോൾ അവൾ അതിനെ പശു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏത് തരത്തിലുള്ള അനുമാനമാണ് ഇവിടെ നടന്നത്? വിദ്യ, എ 4-year-old child, upon seeing an elephant for the first time, calls it as cow. Which type of reasoning happened here? A. Transductive, B. Inductive, C. Deductive, D. Symbolic. Answer ഓപ്ഷൻ എ ആണ് ട്രാൻസ്ഡക്റ്റീവ്. 25. ക്ലാസ്സിൽ പഠിപ്പിച്ച പുതിയ കുറേ ആശയങ്ങൾ ഓർത്തുവെക്കാനായി രാജു ഈ ആശയങ്ങളുടെ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പുതിയ പദം സൃഷ്ടിച്ചു. ഓർമ്മിക്കാനായി ഇവിടെ രാജു സ്വീകരിച്ച മാർഗം ഏതാണ്? ക്ലാസ്സിൽ പഠിപ്പിച്ച പുതിയ കുറേ ആശയങ്ങൾ ഓർത്തുവെക്കാനായി രാജു ഈ ആശയങ്ങളുടെ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പുതിയ പദം സൃഷ്ടിച്ചു.
ഓർമ്മിക്കാനായി ഇവിടെ രാജു സ്വീകരിച്ച മാർഗം ഏതാണ്? എ അക്രോനിം, ബി അക്രോസ്റ്റിക്, സി ചങ്കിങ്, ഡി മെറ്റാകോഗ്നിഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ് അക്രോനിം. 26. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏവ? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏവ? Which among the following is the contribution of heredity in the development of a child? എ ബുദ്ധിശക്തി, വംശം, കുടുംബ നിലവാരം, ഇന്റലിജൻസ്, റേസ്, ഫാമിലി സ്റ്റാറ്റസ്. ബി ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ, ജെൻഡർ, ഇന്റലിജൻസ്, ഗ്ലാൻസ്. സി ബുദ്ധിശക്തി, കുടുംബ നിലവാരം, പോഷകാഹാരം, ഇന്റലിജൻസ്, ഫാമിലി സ്റ്റാറ്റസ്, ന്യൂട്രീഷൻ. ഡി ബുദ്ധിശക്തി, ലിംഗഭേദം, ജനനക്രമം, ഇന്റലിജൻസ്, ജെൻഡർ, ബർത്ത് ഓർഡർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ, ജെൻഡർ, ഇന്റലിജൻസ്, ഗ്ലാൻസ്. 27. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ടീച്ചറിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും ഉചിതമായവ തിരഞ്ഞെടുക്കുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ടീച്ചറിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും ഉചിതമായവ തിരഞ്ഞെടുക്കുക. The suggestions given by a teacher to the parent of a child with special needs are given below. Select the most appropriate ones. 1. നിങ്ങൾ ഇക്കാര്യത്തിൽ തനിച്ചല്ല. 2. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കുക. 3. ഈ ലോകത്തിൽ ആരും പരിപൂർണരല്ല. 4. കുട്ടിയുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക. 5. നിങ്ങളുടെ കുട്ടിയെയും മറ്റു കുട്ടികളെയും താരതമ്യം ചെയ്ത് മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ടീച്ചർ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ടീച്ചർ നൽകിയ നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഏറ്റവും ശരിയായത്, ഏറ്റവും ഉചിതമായത് ഏതെല്ലാം എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത് ആ ടീച്ചർ പറയാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ തനിച്ചല്ല. അത് നല്ല ഒരു ഉപദേശമാണ്, നല്ലൊരു വാക്കാണ്. രണ്ടാമത് നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ടീച്ചർ ആ രക്ഷിതാവിനോട് പറയാൻ പാടില്ലാത്ത വാക്കാണ്. ഈ ലോകത്തിൽ ആരും പരിപൂർണരല്ല. ആ രക്ഷിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയാം. കുട്ടിയുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക, അതും നല്ല ഒരു നിർദ്ദേശമാണ് രക്ഷിതാവിനോട് അധ്യാപിക പറയുന്നത്. അഞ്ചാമത്തെ നിങ്ങളുടെ കുട്ടിയെയും മറ്റു കുട്ടികളെയും താരതമ്യം ചെയ്ത് മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, അതും പറയാൻ പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെ പറയരുത്. അപ്പോൾ 2ഉം 5ഉം ശരിയല്ല. 2ഉം 5ഉം ഇല്ലാത്തത് ഏതാണ്? സി മാത്രമാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 28. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തെറ്റായ ശരിയായ പ്രസ്താവന അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിയായ എന്ന വാക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിരുന്നില്ല, അത് അബദ്ധത്തിൽ ടൈപ്പ് ചെയ്തു പോയതായിരിക്കാം. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? അങ്ങനെയാണ് ചോദ്യം. അങ്ങനെയാണ് ചോദ്യം എന്ന് മനസ്സിലാവാൻ ഇവിടെ ഇംഗ്ലീഷ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ. അപ്പം നോട്ട് ട്രൂ ആയിട്ടുള്ളത്, ട്രൂ അല്ലാത്തഥവാ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് പറയേണ്ടത്. എ വികാരങ്ങൾ തീവ്രമാണ്, അഥവാ കുട്ടികളുടെ വികാരങ്ങൾ തീവ്രമാണ്. ഇമോഷൻസ് ആർ ഇൻറ്റൻസ്. ബി വികാരങ്ങൾ ഹ്രസ്വായുസാണ്. ഇമോഷൻസ് ആർ ടെമ്പററി. സി വികാരങ്ങൾ സ്ഥിരമാണ്. ഇമോഷൻസ് ആർ സ്റ്റാബിൾ. ഡി വികാരപ്രകടനം കൂടെ കൂടെ ഉണ്ടാവുന്നു. ഇമോഷൻസ് ആർ ഫ്രീക്വന്റ്.
ആൻസർ ഓപ്ഷൻ സി ആണ്. അഥവാ കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് സി, അഥവാ വികാരങ്ങൾ സ്ഥിരമാണ് എന്നത്. കുട്ടികളുടെ വികാരങ്ങൾ തീവ്രമാണ്, കരയുമ്പോൾ വല്ലാത്ത കരച്ചിൽ കുട്ടികൾ കരയും. വികാരങ്ങൾ ഹ്രസ്വായുസാണ്, അഥവാ കുട്ടി ഇപ്പോൾ ചിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി കരയുകയും ചെയ്യും. അപ്പോൾ ഹ്രസ്വായുസാണ്. അപ്പോൾ ബി എന്ന ഓപ്ഷനും സി എന്ന ഓപ്ഷനും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ്. വികാരങ്ങൾ ഹ്രസ്വായുസാണ് എന്നാണ് ബിയിൽ പറയുന്നത്, അതിന് നേർ വിപരീതമാണ് വികാരങ്ങൾ സ്ഥിരമാണ് എന്നത്. അപ്പോൾ വികാരങ്ങൾ സ്ഥിരമാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം 29. ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? Which among the following does not belong to Jerome S. Bruner's stages of cognitive development? A. പ്രവർത്തന ഘട്ടം enactive stage. B. പ്രതിരൂപാത്മക ഘട്ടം symbolic stage. C. ബിംബന ഘട്ടം iconic stage. D. ഉദഹന ഘട്ടം intuitive stage. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉദഹന ഘട്ടം അഥവാ ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. 30. ആന്തരിക അഭിപ്രേരണക്ക് ഉദാഹരണം ഏതാണ്? ആന്തരിക അഭിപ്രേരണക്ക് ഉദാഹരണമേത്? Which among the following is an example for intrinsic motivation? A. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്, studying for examination. B. സമ്മാനം ലഭിക്കുവാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സി. ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത്. ഡി. ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത്.